അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. നാം വസിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. അവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായ കൂട്ടായ്മകളും ഉണ്ടാകും. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രശംസയും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. മറിച്ചാകുമ്പോൾ അതിൻ്റെ ലോകമാന്യത ജനങ്ങളെ കാണിക്കുവാനുള്ളതായി പോയാൽ മഹത്തായ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാകുന്നു ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരം. അത് നമ്മുടെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ ഭക്തിയോടുകൂടി സമീപിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും ചെയ്യുക. അവൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുന്നവർ ആരോ അവർക്ക് അതുവഴി വിജയം ലഭിച്ചേക്കാം. സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു കാര്യം അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് കഠിന പ്രയത്നം ചെയ്യണമെന്നാണ്. സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളുടെ ഒരുപാട് അപേക്ഷകൾ വരും സഹായത്തിനായി. അത്തരം അപേക്ഷകളൊക്കെ വരുമ്പോൾ അർഹരായ ആളുകൾക്കാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. ഒരുപക്ഷെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ സഹായം സ്വീകരിച്ചു കൊണ്ടാണ് അർഹരായ ആളുകളിൽ എത്തിക്കാൻ നാം കരാർ ഏർപ്പെടുന്നത്. ആ കരാറ് ശരിക്കും പാലിക്കുന്നുണ്ടോ എന്നും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു ചെറുപ്പക്കാരനായ ആൾ കടന്നു വന്നു. അദ്ദേഹം മുഷിഞ്ഞിരുന്നു, വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിഞ്ഞിരുന്നു. എനിക്ക് വല്ലതും തരണേ, ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇவ்விധം യാചിക്കുന്നത്? വീട്ടിലൊന്നുമില്ലേ? ഇല്ല. ഒന്നും? ഉറങ്ങാൻ ഉപയോഗിക്കുന്ന പുതപ്പും വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രവുമുണ്ട്. എങ്കിൽ അത് രണ്ടുമായി നാളെ എൻ്റെ അരികിലേക്ക് വരിക. അയാൾ അവ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകളിൽ അത് ഉയർത്തി. ഇവ വാങ്ങുവാൻ ആരുണ്ട്? കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, 1 ദിനാറിന് ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, 2 ദിനാറിന് ഞാനത് വാങ്ങാമെന്ന് പറഞ്ഞു. 2 ദിനാറിന് അത് ഉറപ്പിക്കുകയും ആ ദിനാർ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, 1 ദിനാർ താങ്കൾ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുകയും മറ്റേ ദിനാർ കൊണ്ട് ഒരു കോടാളി വാങ്ങിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരികയും ചെയ്യുക എന്ന് പറഞ്ഞു. മൂർച്ചയുള്ള കോടാളി വാങ്ങി പരിശോധിച്ചതിന് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുമായി പോയി വിറക് വെട്ടി അത് കങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്ത് 15 ദിവസത്തിനകം വീണ്ടും വരിക എന്ന് പറഞ്ഞു. പിന്നീട് വന്നപ്പോൾ ധാരാളം പണവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്തസ്സാണ് ഉയർത്തിയത്. ഇപ്പോൾ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഹൗ ടു ബിക്കം റിച്ച് എന്നതിനുള്ള ഒരു മാതൃകയാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് കാണിച്ചു തന്നത്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ ദാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഒരാൾ വീട്ടിൽ നിന്നും അല്പം ധനവുമായി പുറത്തിറങ്ങി. എതിരെ വന്ന ഒരു ചെറുപ്പക്കാരന് അതിൽ നിന്നും അല്പം നൽകി. ജനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അദ്ദേഹം നൽകിയത് ഒരു കള്ളനായിരുന്നുവെന്ന്. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. 2ാമത്തെ ദിവസം അദ്ദേഹം ഇതുപോലെ പണവുമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. അന്ന് എതിരെ വന്ന ഒരു സ്ത്രീ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ കൊടുത്തു. ജനങ്ങൾ വീണ്ടും പറഞ്ഞു, വേശ്യക്ക് പൈസ കൊടുത്തവനെ എന്ന്. 3ാമത്തെ ദിവസം അദ്ദേഹം പണവുമായി പുറത്തിറങ്ങി. അന്ന് അദ്ദേഹം ഒരു യാത്രക്കാരനെ പരിചയപ്പെട്ടു. അല്പം കാശ് തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കാശ് നൽകി സഹായിച്ചു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അന്നും ജനങ്ങൾ പറഞ്ഞു, ധനികനായ ആൾക്ക് കാശ് നൽകിയവനെ എന്ന്. എന്നാൽ ആ ദാനം കൊണ്ട് സംഭവിച്ചത് മറിച്ചായിരുന്നു. കള്ളൻ കളവ് നിർത്തുകയും വേശ്യപ്പണി നിർത്തുകയും
പണക്കാരനായ ആൾക്ക് അതൊരു പാഠവുമായിരുന്നു. മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. കാരണം അള്ളാഹു പറയുകയാണ്, മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ അവർ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ കരീബ് വസദ്ദഖ വകും മിനസ് സാലിഹീൻ. എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് അല്പസമയം നീട്ടിത്തരണമേ, സത്യമായിട്ടും ഞാൻ സജ്ജനങ്ങളോടൊപ്പം ചേരുന്നതാണ്. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.